ഹലോ മകളെ, ഷാഡോ ബ്രോഡ്കാസ്റ്റിൻ്റെ ഫ്രീ എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗഫൂർ, നിങ്ങളുടെ മാത്സ് ഫാക്കൽറ്റിയാണ്. ഇന്ന് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ സെക്കൻഡ് എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ വന്നു നിൽക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി പതിപ്പ് എന്ന രീതിയിൽ ഇന്ന് നമ്മൾ ക്രോസ് പ്രൊഡക്റ്റിൻ്റെ ബാക്കി ഏതാനും ചില ചോദ്യങ്ങളാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം രണ്ട് സെറ്റുകൾ. ദാറ്റ് ഈസ് സെറ്റ് എ ഇസ് ഈക്വൽ ടു 1 2. ഈ 1 ഇല്ല കേട്ടോ, ഈ 1 നിങ്ങൾക്ക് ഇവിടെ ഇല്ല. സെറ്റ് എ എന്ന് പറയുന്നത് 1 2 ആണ്, സെറ്റ് ബി എന്ന് പറയുന്നത് 3 4 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ what is the value of A cross B? What is the value of B cross A? And one more, check whether they are equal. ഇവ രണ്ടും ഈക്വൽ ആണോ? അതാണ് ഇതിലെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് അറിയാം ക്വസ്റ്റ്യൻ 1 2 3 4 ആണ്. അതായത് എ എന്നുള്ള സെറ്റ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. സെറ്റ് എ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? 1 2. ബി ഇസ് ഈക്വൽ ടു 3 and 4. ഇത് രണ്ടുമാണ് നമ്മുടെ സെറ്റ്. അപ്പൊ എന്താണ് എ ക്രോസ് ബി, എന്താണ് ബി ക്രോസ് എ? അത് രണ്ടും ഈക്വൽ ആയിരിക്കുമോ എന്നതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. എ എന്ന സെറ്റ്, ബി എന്ന സെറ്റ്, നമ്മൾ 1 2 എന്നുള്ള നമ്പേഴ്സ് എഴുതി, നമ്മൾ 3 4 എന്ന നമ്പേഴ്സും ഇവിടെ എഴുതി. ശേഷം എന്തായിരിക്കും നമ്മളുടെ എ ക്രോസ് ബിയിൽ വരിക എന്നും അതേപോലെ ബി ക്രോസ് എ എന്ത് വരും നോക്കാം. എ ക്രോസ് ബി ഫസ്റ്റ് എലമെന്റ് എന്താ വരുന്നേ? പറഞ്ഞോളൂ. യെസ്, ഇറ്റ്സ് ഓർഡേർഡ് പെയർ 1 3. ഓർഡേർഡ് പെയർ 1 3. അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പോലെ തന്നെ 1 2 3 4 എന്നുള്ളതിലുള്ള 1 ഉം 3 ഉം. അടുത്ത എന്ത് വരും? അടുത്ത വരും 1 ഉം 4 ഉം ആണ് എന്ത് രണ്ടാമത്തെ ഓർഡേർഡ് പെയർ ആയിട്ട് എന്ത് ചെയ്യുന്നേ വരുന്നേ. ഇനി അത് കഴിഞ്ഞാൽ 1 വെച്ചിട്ടുള്ള കഴിഞ്ഞു. ഇനി 2 വെച്ചിട്ട് 2 3 എഴുതുക. 2 and 3. അതായത് മൂന്നാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് എ ക്രോസ് ബി എന്നുള്ളതിൽ വരുന്നത് 2 and 3. ഇനി അടുത്തത് 2 4. ഇനി അടുത്തത് 2 4. അപ്പൊ നോക്കിക്കോളൂ, എ എന്നുള്ള സെറ്റിൽ 2 എലമെന്റ് ഉണ്ട്, ബി എന്ന സെറ്റിൽ 2 എലമെന്റ് ഉണ്ട്. അപ്പം എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ് വേണം? അതെ, 4 എലമെന്റ്. ആ 4 എലമെന്റും നമ്മൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എ ക്രോസ് ബി എന്നുള്ള ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. എ ക്രോസ് ബി ആണ് നമ്മളിപ്പം കണ്ടുപിടിച്ചത്. ഇനി എന്ത് വേണം? നമുക്കിനി ബി ക്രോസ് എ ആണ് എന്ത് ചെയ്യേണ്ടത്? വേണ്ടത്. ബി ക്രോസ് എ എന്താണ് വരിക? അതെ, ഇപ്പൊ നമ്മൾ എയിൽ നിന്ന് ബിയിലേക്ക് പോയി. ഇനി അടുത്ത് എന്ത് ചെയ്യുക? ബിയിൽ നിന്ന് എയിലേക്ക് വരിക. അങ്ങനെ വേണം എഴുതാൻ. അതായത് ഇവിടുന്ന് 1 നിന്ന് 3ലേക്ക് പോയില്ലേ, നമുക്കിനി ആ ഒരു പ്രോസസ് അല്ല വരേണ്ടത്. എന്ത് ചെയ്യണം? നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം. അതായത് ഈ ബിയിൽ നമുക്ക് എന്ത് ചെയ്യാം? എ എന്നുള്ളതിന്റെ സ്ഥാനത്ത് എഴുതാം. ഇവിടെ ബി എന്നുള്ള എലമെന്റ്സ് എന്തൊക്കെയാ മക്കളെ? എഴുതി വെച്ചിട്ടുണ്ട്. 3 4 എഴുതിക്കോളൂ. 3ഉം 4ഉം. ഇത് ഞാനല്ലേ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ സെറ്റിന് ഇങ്ങനെ എഴുതുന്നത് എന്തിനാ? ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഇങ്ങനെ എഴുതുക. എപ്പോഴും ഇങ്ങനെ എഴുതണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. എഴുതി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് മാപ്പ് ചെയ്യാൻ എളുപ്പം സൗകര്യം. നോക്കിക്കോളൂ. ബി ക്രോസ് എ 3 1 3 2 എഴുതിക്കോളൂ. ഒന്നാമത്തെ എലമെന്റ് 3 1, രണ്ടാമത്തെ എലമെന്റ് 3 2. Then what will be the third and fourth elements? Obviously 4 1 and 4 2. 4 1 4 2. കഴിഞ്ഞു. നോക്കിക്കോ, ഇവിടെയുള്ള ഒന്നാമത്തെ എലമെന്റ് 1 3 ആണ് എ ക്രോസ് ബിയിൽ. ബി ക്രോസ് എയിലെ ഫസ്റ്റ് എലമെന്റ് 3 1 ആണ്. 1 3 3 1 അത് സാറെ തലകഴിച്ച് എഴുതിയിരിക്കല്ലേ? അത് ഈക്വൽ അല്ലേ? ഈക്വൽ അല്ല. അതെ, കാരണം നമ്മൾ കോർഡിനേറ്റ് ജോമെട്രി, അതാണ് ഞാൻ ഫസ്റ്റ് തന്നെ കാർട്ടീഷ്യൻ പ്ലെയിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളെ റിമൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ മക്കളെ 1 2 എന്ന പോയിന്റ് എഴുതുന്നതും 2 1 എന്ന പോയിന്റ് എഴുതുന്നതും എന്താണ്? യെസ്, ഡിഫറെൻ്റ് ആണ്. ആണോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നമ്മുടെ ഒരു ഇത് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കാർട്ടീഷ്യൻ പ്ലെയിൻ ഇങ്ങനെ നമ്മളിങ്ങനെ വരച്ചിട്ട് ഇത് ഇവിടെ 1 ഉണ്ടാകും, ഇവിടെ 2 ഉണ്ടാകും, ഇവിടെ 3 ഉണ്ടാകും, ഇവിടെ നെഗറ്റീവ് ഒക്കെ ഉണ്ടാകും. അങ്ങനെ പൊക്കോണ്ടിരിക്കട്ടെ, കുഴപ്പമില്ല. 1 2 3 4 നമ്മുടെ വൈ എക്സ് ഡാഷ് വൈ ഡാഷ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന സാധന. മക്കളെ ഇവിടെ 1 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിസ് 1 വൈ ആക്സിസ് 3. ഇവിടെ ഈ പോയിന്റിലാണ്, ഈ ഒരു പോയിന്റിലാണ് എന്താ പറയുന്നത് ഫസ്റ്റത്തെ ഒരു പോയിന്റ് വരിക. ഇത് 1 3 എന്ന പോയിന്റ് ഇത് എവിടെയാ? ഇവിടെയാണ് 1 3 എന്ന പോയിന്റ്. പക്ഷെ 3 1 എന്ന പോയിന്റ് എവിടെ വരും? ഇവിടെ 3 1 ഇവിടെയാണ് എന്ത് വരുന്നത്? 3 1 വരിക. നിങ്ങൾ പറയൂ, ഇത് രണ്ടും ഒന്നാണോ? അല്ല,
ഈ ആനയും ആമയും വ്യത്യാസം ഉണ്ടെന്ന് പറയില്ലേ, അതേപോലത്തെ എന്താ ഡിഫറൻസ് ഇതേ ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. ഇല്ല, ഇതാ ഇത്രയും അന്തരം ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ദേ ആർ ഈക്വൽ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റിന് വേണ്ടുന്ന A ക്രോസ് B കണ്ടുപിടിച്ചു, B ക്രോസ് A കണ്ടുപിടിച്ചു. നമ്മൾ അതിനെ ചെക്കും ചെയ്തു, ശരിയുണ്ടോ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്തു, നമ്മൾ അത് ചെക്ക് ചെയ്തു. അതാണ് നമ്മുടെ ഒന്നാമത്തെ ടാസ്ക്. അടുത്ത ക്വസ്റ്റ്യൻ, എയും ബിയും തന്നെ സെറ്റിന്റെ പേര് വേണമെങ്കിൽ മാറ്റാം അവിടെ കൂടെ. ഞാൻ പറയാം കുറച്ച് സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് സെറ്റ് എ സെറ്റ് ബി എന്ന് പറഞ്ഞ പേര് നെയിം ചെയ്തിരിക്കുന്നത്. എ എന്ന സെറ്റ് ABC ആണ്, ബി എന്ന സെറ്റ് XY ആണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ വെണ്ടക്ക അക്ഷരത്തിൽ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് A ക്രോസ് B? എന്താണ് A ക്രോസ് B എന്നുള്ളതിന്റെ വാല്യൂ വരുന്നത്? അതിന് മുന്നേ ഒരു ചോദ്യം, ഹൗ മെനി എലമെന്റ്സ് വിൽ ബി ദർ ഇൻ ദ സെറ്റ് A ക്രോസ് B? A ക്രോസ് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ടാകുമെന്ന് ആർക്ക് പറയാൻ പറ്റും? N ഓഫ് A N ഓഫ് B. അതായത് A എന്ന സെറ്റിൽ എത്ര എലമെന്റ് ഉണ്ട്? 3 എലമെന്റ് ഉണ്ട്. എയും ബിയും സിയും 3 എലമെന്റ്സ് ഉണ്ട്. N ഓഫ് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? N ഓഫ് ബിയിൽ XY എത്ര എലമെന്റ്സ് ഉണ്ട്? 2 എലമെന്റ്സ് ഉണ്ട്. ഈ 2 നമ്പറും ഇൻഡു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും വെണ്ടക്ക അക്ഷരത്തിൽ എന്ത്, 6 എന്ന ഡിജിറ്റ് കിട്ടും. നമുക്ക് 6 എന്ന ഡിജിറ്റ് കിട്ടും. അപ്പം 6 എലമെന്റ്സ് എന്ത് ചെയ്യണം, A B എന്നുള്ളതിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടണം. വേണമല്ലോ, വേണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ 6 എലമെന്റ്സും എന്താണ് എന്നത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അതായത് A എന്ന സെറ്റില് A ഉണ്ട്, അവിടെ B ഉണ്ട്, അവിടെ C ഉണ്ട്. നമ്മുടെ B എന്ന സെറ്റില് അവിടെ X ഉണ്ട്, അവിടെ Y ഉണ്ടല്ലോ, ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് A ക്രോസ് B. ആരൊക്കെയാണ് A ക്രോസ് ബിയിലുള്ള ആ 6 എലമെന്റുകൾ? ആ 6 എലമെന്റ്സ് എന്താണ് എന്നാണ് ഇപ്പൊ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. മക്കളെ നോക്കിക്കോളൂ, AX AY, അതന്നെ AX AY ഒന്നാമത്തെ രണ്ടാമത്തെ. ഇനി A കൊണ്ടുള്ള കളി എല്ലാം കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്? B വെച്ചിട്ട് BX BY ചെയ്തോളൂ. BX BY സെറ്റ് അല്ലേ? സെറ്റാണ്. അത് കഴിഞ്ഞാൽ B വെച്ചിട്ടും കഴിഞ്ഞു. ഇനി അപ്പൊ എത്രയായി? A കൊണ്ട് 2 എണ്ണം, B കൊണ്ട് 2 എണ്ണം, A വെച്ചിട്ട് 2 എണ്ണം, B വെച്ചിട്ട് 2 എണ്ണം, ഒരെണ്ണം കൂടി ഉണ്ട് ദിബൻ. ആര്? C എന്നുള്ളത് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഇതാ CX CY, അത് എഴുതിക്കോളൂ. CX ആൻഡ് CY കഴിഞ്ഞു. എത്ര എലമെന്റ്സ് ആയി? 1 2 3 4 5 6. അപ്പൊ നമുക്കുള്ള എല്ലാ 6 എലമെന്റ്സ് എന്തായി? നമ്മളിപ്പോ ലിസ്റ്റ് ചെയ്തു. അപ്പം 6 എലമെന്റ്സും നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ലിസ്റ്റ് ചെയ്തു. അപ്പം A ക്രോസ് ബിയിലുള്ള എല്ലാ എലമെന്റ്സ് എന്ത് ചെയ്തു? ഇവിടെ നമുക്ക് കിട്ടി എന്നുള്ളതാണ് ഒന്നാമത്തെ വസ്തുത. അപ്പം ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിക്കായി എന്ന് മനസ്സിലാവുകയാണ്. ഇത് പറയുന്നതിന് മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു ഇല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ, അത് ഹോംവർക്ക് ഒന്നും ആയിരുന്നില്ല, ഇതായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ. ഇത് 3 മാർക്കിന്, ഇതിന്റെ മാർക്ക് വിട്ട് എന്ന് പറയുന്നത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യനാണ്. A ക്രോസ് A, A ക്രോസ് B, A ക്രോസ് C എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വരുന്നത് വെറും 2 മാർക്കിനാ. ഇവിടെ A ക്രോസ് A എന്ന് പറഞ്ഞാൽ 1 2 ആണ്. എന്താണ് അതിനകത്ത് വരിക എന്നുള്ളതാ. എങ്ങനെ വേണം ചെയ്യാം, എന്ത് ചെയ്യാം മക്കളെ. A ക്രോസ് B എന്ന് പറയുമ്പോൾ നമുക്കൊരു XYZ, അതായത് Z നമ്മൾ കണ്ടിരുന്നില്ല, എക്സും വൈയുമാണെന്ത് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. പക്ഷെ A ക്രോസ് A എന്ന് പറയുമ്പോൾ എക്സ് ഉണ്ടാകും, വൈ ഉണ്ടാകും, ഒരു തേർഡ് കോർഡിനേറ്റ് Z കൂടെ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ കൊണ്ടുവന്ന് വെക്കണം അവിടെ കേട്ടോ. കാരണം ഇത്രയും കാര്യം നമ്മൾ ചെയ്ത പോലെ എന്താണ്, AB അത് മാത്രമല്ല, ഒരു സാധനം എന്ത് ചെയ്യാണ്, നമ്മൾ എക്സ്ട്രാ അഡീഷണലി കൊണ്ടുവരികയാണ്. അത് എങ്ങനെയാണ് എന്ന് കൂടി നമുക്കൊന്ന് കാണാം. നമ്മൾ ഇത്ര കാലം ചെയ്തത് A ക്രോസ് B എന്നുള്ള പേരില്ല. പക്ഷെ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? A തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുക. എയിൽ ഏതൊക്കെയാണ് എലമെന്റ്സ്? 1 2. എയിൽ ഏതൊക്കെയാണ് എലമെന്റ്സ്? 1 2. എയിൽ ഏതൊക്കെയാണ് എലമെന്റ്സ്? 1 2. തൊട്ട് മുന്നേ ചെയ്ത പോലെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ആദ്യം A ക്രോസ് A 1 1 1 2 2 1 2 2.
നമുക്ക് നമ്മുടെ ഒരു എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും അറിയോ? എ ക്രോസ് എ എന്ന് എഴുതിയിട്ട് നമുക്ക് അതിനെന്ത് ചെയ്താൽ മതി? നമ്മൾ അങ്ങനെ ക്രോസ് ചെയ്താൽ മതി. 1 1 1 2 2 1 2 2 എഴുതാം ഒരു ഇതിന് വേണ്ടിയിട്ട്. ഇനി എ ക്രോസ് എ എന്ന് പറയുമ്പോൾ ഈ സാധനത്തിന് എന്ത് ചെയ്തേ? ഇതിങ്ങനെ, അതായത് 1 1 1 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ 2 1 2 അല്ലെങ്കിൽ 2 1 1 എന്ന് നമുക്ക് എഴുതാം. അതായത് 3 എലമെന്റ് എന്ത് ചെയ്യണം? ഇവിടെ വരണം. അതായത് എ ക്രോസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഉണ്ടല്ലോ, ഈ തന്നിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിനെ ഒരിക്കൽ കൂടി എന്ത് ചെയ്യുക? ക്രോസ് എ ചെയ്യുക. അതായത് ഞാൻ ഇതിനെ കുറച്ച് നിങ്ങൾക്ക് ഇപ്പുറത്തേക്ക് ആക്കി തരാം. ഇങ്ങനെ നമ്മൾ എ ക്രോസ് എ, അതിന്റെ ആൻസർ തൊട്ട് മുന്നേ എഴുതി 1 1 1 2 2 1 and 2 2 അല്ലെ? അതെ, ഇതാണ് എ ക്രോസ് എ. അപ്പോ എ ക്രോസ് എ എന്ന് കൂടി പറയുമ്പോൾ എന്ത് ചെയ്യുക? ഇതിനെ ക്രോസ് എ ചെയ്യുക. ഈ എ എന്താണ്? അതെ, നമുക്ക് അറിയുന്നത് തന്നെയാണ്. അതിനെ ക്രോസ് ചെയ്യേണ്ടത് ഏത് വെച്ചിട്ടാ? എ എന്നുള്ളതിന്റെ എലമെന്റ്സ് വെച്ചിട്ട്. എയിൽ ഏതൊക്കെയുള്ള? 1 ഉണ്ട്, 2 ഉണ്ട്. ഇനി മക്കളെ ഇത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാ? ആരെങ്കിലും അവിടെ ഉറങ്ങുന്നുണ്ടോ? ഇല്ലല്ലോ, ശ്രദ്ധിക്കാം. 1 1 അവിടെ ഒരു 1, അപ്പൊ എന്ത് ചെയ്യണം? 1 1 1 ചെയ്യാം, ക്ലോസ് ചെയ്യരുത്. ഇതെന്താണ്? ഇത് നമ്മുടെ ഒരു ഓർഡേർഡ് പെയറാണ്. 2 അല്ല 3 എലമെന്റ്സ് ആയിട്ടായിരിക്കും ഇവിടെ ഉണ്ടാവുക കേട്ടോ. 2 അല്ല 3 എലമെന്റ്സ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക? ഇവിടെ ഉണ്ടാവുക. 1 1 1 ഒന്നാമത്തെ ഓർഡേർഡ് പെയർ. ഇത് കഴിഞ്ഞാൽ ഇനി അടുത്തത് 1 1 2 S 1 1 2. ഞാൻ പഴയ പോലത്തെ പിക്ചർ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഞാൻ ആക്കി തരുന്നില്ല കേട്ടോ. ഇനി അത് കഴിഞ്ഞാൽ ഇതിന്റെ കത്തിക്കൽ കഴിഞ്ഞു. 1 2 അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? 1 2 1 കഴിഞ്ഞിട്ടില്ല. 1 2 2 യെസ്, കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. 2 1 ദാറ്റ് ഈസ് 2 1 1. അത് കഴിഞ്ഞാൽ 2 1 2 കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഇനി 2 2 വെച്ചിട്ടുള്ളത് അതാ 2 2 1 and 2 2 2. മക്കളെ ഒന്ന് പറഞ്ഞേ, മൊത്തം എത്ര എലമെന്റ്സ് ആയി എന്നൊന്ന് നോക്കിയിട്ട് പറഞ്ഞേ. യെസ്, 1 2 3 4 5 6 7 8 എലമെന്റ്സ് ആണ് എന്തിരിക്കുന്നത് ഇതിനകത്ത് ആയിരിക്കുന്നത് അല്ലേ? അപ്പോ നമ്പർ ഓഫ് എലമെന്റ്സ് n ഓഫ് എ ക്രോസ് n ഓഫ് എ, അതായത് എന്ത് ചെയ്താൽ മതി? നമ്മൾ n ഓഫ് എ, അതായത് 2 into 2 into 2 which is 8, ഇങ്ങനെ എന്ത് ചെയ്താൽ മതി? ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എ ക്രോസ് എ എന്നുള്ളതിൽ മൊത്തം എത്ര എലമെന്റ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയി. പിന്നെ ഇതേപോലെ തന്നെ എ ക്രോസ് എ ക്രോസ് എ, അതായത് ഇവിടെ 3 ക്രോസ് അല്ലേ ഉള്ളൂ. വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എ ക്രോസ് എ ഇങ്ങനെയും ചെയ്യാം. ഇതിനകത്ത് എന്തൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ശ്രദ്ധിച്ചോളൂ, ഞാനിപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാം, നിങ്ങൾക്ക് അത് ജസ്റ്റ് എന്ത് ചെയ്യാം? ഹോംവർക്ക് ആയി എഴുതാൻ വേണ്ടി മാത്രം എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ തരാം. എന്താ? എ ഇസ് ഈക്വൽ ടു തൊട്ട് മുന്നേ ചെയ്ത അതേ സെറ്റ്. ഇതിൽ ചെയ്യേണ്ടത് എന്താണ്? മേലെ ആ വട്ടവിട്ട സാധനം എ ക്രോസ് എ അതെന്ത് ചെയ്യാം? നിങ്ങൾക്ക് ചെയ്യാം. അതിനെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സൗകര്യത്തിന് വേണ്ടി സെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 2 3, സെറ്റ് വൈ ഇസ് ഈക്വൽ ടു 2 3 4 മതി. നിങ്ങൾ കാണേണ്ടത് എക്സ് ക്രോസ് വൈ ആൻഡ് വൈ ക്രോസ് എക്സ്. ഇത് രണ്ടും എന്ത് ചെയ്യുക? നിങ്ങൾ ചെയ്യുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 3 മാർക്കിന് ചോദിക്കും. തൊട്ട് മുന്നേ കണ്ട എ ക്രോസ് എ എന്നുള്ള ക്വസ്റ്റ്യൻ ഇതേപോലുള്ള ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എത്ര മാർക്കിനായിരിക്കും? ഇത് 3 മാർക്കിനായിരിക്കും ചോദിക്കുക. അപ്പൊ മക്കളെ, അപ്പൊ ഈ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റില് ക്രോസ് പ്രൊഡക്റ്റ് എങ്ങനെ കാണാന്നുള്ള കാര്യം എല്ലാ കുട്ടികൾക്കും വ്യക്തമായിട്ടുണ്ടാകും, മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ക്ലിയർ. ഓക്കെ, അതിന് കറക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്യുക. അപ്പോ എല്ലാ കുട്ടികൾക്കും നന്മ ആശംസിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അതുവരെ ബൈ ബൈ.